പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പ്രവചനം വീണ്ടും യേശു ആവർത്തിച്ചു പറയുകയാണ്. ഈ ജനം അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന്. ദൈവത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം വസിക്കേണ്ട ആലയമായ നമ്മുടെ ഹൃദയത്തിൽ നാം ഏതെങ്കിലും അസൂയയുടെയും വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും അന്യ വിഗ്രഹങ്ങൾ നിറച്ച് ദൈവത്തെ വ്യർത്ഥമായി ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ജീവിതം എപ്പോഴും നവീകരിക്കുന്നവനാണ് ക്രിസ്തു വിശ്വാസി. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇന്നലെ വരെ നീ നയിച്ചിരുന്ന ജീവിത രീതി നീ ഉപേക്ഷിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് പുറപ്പെട്ട അബ്രഹാമിനെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ലോകത്തിന്റെ വ്യർത്ഥമായ ആസക്തികളെ ഉപേക്ഷിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നാം ശേഖരിച്ചിട്ടുള്ള തിന്മയുടെ അറിവുകളെ നീക്കിക്കളയുവാൻ ശ്രമിക്കുകയും പകരം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെയും നമ്മെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സുകൾ ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം പറയുന്നു, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ധീരതയുടെയും ശക്തിയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മാവ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവായ യേശു നമ്മുടെ സകല ക്ലേശങ്ങളിലും തുണിയായി കടന്നു വരും. നാം വിശ്വാസത്തോടെ പറയണം, കർത്താവായ യേശു സകലത്തിനും മതിയായവൻ. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും അവിടുത്തെ ആത്മാവ് എന്നെ ബലപ്പെടുത്തുന്നു. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന കർത്താവ് എന്നെ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല. നടത്തും യേശുവിന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുത്താൻ ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുത്താൻ ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവിന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിൽ എല്ലാ സമയത്തും അങ്ങയെ ആരാധിക്കും. എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ വേദനകളിൽ എന്നെ സൗഖ്യപ്പെടുത്തുന്ന നല്ല വൈദ്യനാണ് അവിടുന്ന് എന്ന് ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തും. അവിടുന്ന് എൻ്റെ ആവശ്യങ്ങളിൽ സകലത്തിനും മതിയായവനാണ്. ആരാധിച്ചു
സ്തുതിച്ചിടും ഞാൻ ആത്മാവിലവനെ ഏതേതു നേരത്തിലും. ഹല്ലേലൂയ. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. ആമേൻ. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവിന്റെ കൂടെയുള്ളതാൽ. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. കർത്താവിന്റെ കരങ്ങൾ എന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കുറുകിപ്പോയിട്ടില്ല. അവിടുന്ന് എന്റെ സകല മേഖലകളിലും എനിക്ക് ജയം നൽകും. ഇന്ന് വരെയും എനിക്ക് നേരിടേണ്ടി വന്ന സകല നഷ്ടങ്ങളെയും കർത്താവ് ലാഭമാക്കി തീർക്കും. യേശുവേ, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് സ്തുതിക്കും യോഗ്യൻ. അവിടുന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്തൻ തൻ കരങ്ങൾ കുറുകിയിട്ടില്ലതാൽ എന്നും ജയം ഞാൻ പ്രാപിക്കും. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ, അവനെന്നും സ്തുതിക്കു യോഗ്യൻ. ഹല്ലേലൂയ. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ, അവനെന്നും സ്തുതിക്കു യോഗ്യൻ. ആമേൻ. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. ആമേൻ. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഹല്ലേലൂയ. ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവിന്റെ കൂടെയുള്ളതാ. ഹല്ലേലൂയ. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആമേൻ. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ഇന്നേ ദിവസം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.